ലോകക്രമമാകെ മാറുന്നു. ഇസ്രായേൽ ഗസ യുദ്ധം സൃഷ്ടിച്ച അനിശ്ചിതത്വം തുടരുന്നു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് അത് യൂറോപ്പിലേക്കും പടരുന്നു. ട്രംപ് അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തിയതോടെ ഭ്രാന്തൻ നിലപാടുകളും നീക്കങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അമേരിക്ക യൂറോപ്യൻ യൂണിയനുമായി അകന്നുവെന്ന് മാത്രമല്ല, പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതിനിടയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഒരു സംഭവം പുറത്തു വരുന്നു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായ ഇസ്രായേൽ രാജ്യത്ത് പ്രവേശിക്കാൻ അനുമതി നിഷേധിച്ചിരിക്കുന്നു. ഞായറാഴ്ച ഒരു ബ്രിട്ടീഷ് മന്ത്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്ത് പ്രവേശനം നിഷേധിച്ചുവെന്ന് മാത്രമല്ല, ബ്രിട്ടനിലെ പാർലമെൻറ്റ് അംഗങ്ങളാണെങ്കിലും ആ പ്രിവിലേജിനെ ഒന്നും മാനിക്കാതെ കുറച്ചു നേരം തടഞ്ഞു വയ്ക്കുകയും ചെയ്തു. തുടർന്ന് അവർ ബ്രിട്ടനിലേക്ക് തന്നെ തിരിച്ചു വന്നതായും മന്ത്രി വെളിപ്പെടുത്തി. ഏറെ ഗുരുതരമായ ഒരു സംഭവമാണിതെന്നാണ് വിലയിരുത്തൽ. ബ്രിട്ടനിലെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിൽ നിന്നുള്ള യുവാൻ യാങ്ങും അബ്ദിസ മുഹമ്മദും പാർലമെൻ്ററി പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായാണ് ഇസ്രായേൽ സന്ദർശിച്ചത്. സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താനും ഇസ്രായേൽ വിരുദ്ധ വിദ്വേഷം പ്രചരിപ്പിക്കാനും പദ്ധതിയിട്ടിട്ടുണ്ടെന്ന് സംശയിച്ചതിനാലാണ് അവരെ വിലക്കിയതെന്നാണ് ഇസ്രായേൽ കുടിയേറ്റ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് എംപിമാർ ബ്രിട്ടനിലേക്ക് മടങ്ങിയെന്നും ബ്രിട്ടൻ്റെ ഡെപ്യൂട്ടി ധനകാര്യമന്ത്രി ഡാരൻ ജോൺസ് BBC-യോട് പറഞ്ഞു. തൻ്റെ സഹപ്രവർത്തകരോട് പെരുമാറിയ രീതി അംഗീകരിക്കാനാവില്ലെന്നും ഡാരൻ ജോൺസ് വ്യക്തമാക്കി. 2 എംപിമാരും ശനിയാഴ്ചയാണ് ലൂട്ടണിൽ നിന്ന് ഇസ്രായേലിലേക്ക് യാത്ര തിരിച്ചതെന്നും സ്കൈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗങ്ങളോടുള്ള സമീപനം തെറ്റായിപ്പോയെന്ന് ഇസ്രായേൽ സർക്കാരിലെ തൻ്റെ സഹപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ സെക്രട്ടറി ഡേവിസ് ലാമി ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കുക, രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കുക, ബന്ദിമോചനം സാധ്യമാക്കുക, സംഘർഷം അവസാനിപ്പിക്കുക എന്നിവയാണ് ബ്രിട്ടൻ്റെ ലക്ഷ്യമെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി. എന്നാൽ വിഷയത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 1ാം ഘട്ട വെടിനിർത്തൽ അവസാനിച്ചതോടെ ഗസയിൽ അതിശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണ്. ഗസയിൽ വംശീയ ഉന്മൂലനമാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന ആക്ഷേപം വീണ്ടും ഉയരുന്നു. ഗസയിൽ കൊടും പട്ടിണിയാണ് ജനത അനുഭവിക്കുന്നതെന്ന് അന്താരാഷ്ട്ര ഏജൻസികളും വ്യക്തമാക്കുന്നു. ഇസ്രായേലിൻ്റെ നടപടിയിൽ ലോകം മുഴുവൻ അതിശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്.